എല്ലാ മാസവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിൽ വികസന പ്രവർത്തനം മുടങ്ങുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിലയിരുത്തൽ ചരിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായോഗികമാക്കാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ഇന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രേക്ഷകർക്ക് അറിയാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തലിനുള്ള മറുപടി കൂടിയാവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ഇതിനായി നിയമപരവും സാങ്കേതികവുമായ ഒരുപാട് വെല്ലുവിളികൾ എങ്ങനെ മറികടക്കാനാകുമെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വാർത്തയിലെ വാർത്ത തേടുന്നു അനുജ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ സുപ്രധാന പ്രഖ്യാപനവുമായി ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് സുനിൽ അറോറ. ഏത് സമയത്തും തെരഞ്ഞെടുപ്പിന് ഒരുക്കമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എതിർപ്പുമായി പ്രതിപക്ഷം. പ്രായോഗികമല്ലാത്ത കാര്യമെന്ന് കോൺഗ്രസ്. ആലോചനകൾക്ക് പിന്നിൽ ദുരുദ്ദേശമെന്ന് ഇടതു പാർട്ടികൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ യാഥാർത്ഥ്യത്തിലേക്കെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഏറ്റെടുക്കുകയാണ് ഫലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. നിയമഭേദഗതി പൂർത്തിയായാൽ ഈ നടപടികൾ വേഗത്തിലാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേവലം ഒരാശയമായി ഇനിയും ഏറെ നാൾ തുടരുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. നിയമപരവും സാങ്കേതികപരവുമായ വെല്ലുവിളിക്കുപരി ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ട ശക്തിയാർജിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വർഷങ്ങൾ വേണ്ടിവരുമെന്ന നിഗമനമായിരുന്നു ഇതിനടിസ്ഥാനം. എന്നാൽ കമ്മീഷന് അപ്രകാരമുള്ള സാവകാശം വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ കമ്മീഷൻ ഏതു സമയത്തും തയ്യാറാണ്. 2015 EM സുദർശന നാച്ചിയപ്പൻ അധ്യക്ഷനായ പാർലമെന്ററി സമിതി ഇത് സംബന്ധിച്ച് ശുപാർശ ചെയ്തിരുന്നു. 2018 നിയമ കമ്മീഷനും സമാനമായ ശുപാർശ നൽകി. വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകൾ നടപ്പാക്കുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് എതിരാണ്. പ്രായോഗികമല്ലാത്ത കാര്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നാണ് കോൺഗ്രസ് നയം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനേക്കാൾ വലിയ ദുരുദ്ദേശമാണ് നിർദ്ദേശത്തിന് പിന്നിലെന്ന് ഇടതു പാർട്ടികൾ കരുതുന്നു. ആഴ്ചകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ മാസവും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിപ്രായം. ഈ നിർദ്ദേശത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇന്ന് തലയാട്ടിയതോടെ 2024 മുതൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായി പരിഷ്കരിക്കപ്പെടുമെന്ന് കരുതാം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വാർത്ത കൂടുതൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തുക എന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിന്റെ പിന്നിലുള്ളത്.